ഹായ് നമസ്കാരം. നന്ദകുമാർ എന്നാണ് എൻ്റെ പേര്. ഫിലിം ഡയറക്ടറാണ്. ദാറ്റ്സ് മൈ പ്രൊഫഷൻ. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേര് എൻ്റെ ഫോൺ നമ്പേഴ്സ് കിട്ടിയിട്ട് എന്നെ വിളിക്കാറുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ ഞാനിടുന്ന എല്ലാ പോസ്റ്റുകളും കാണാറൊന്നുമില്ല. ചിലപ്പോൾ വായിക്കാൻ മടിയുള്ളവരുണ്ട്. അപ്പം നമ്പർ കണ്ടിട്ട് ജസ്റ്റ് വിളിച്ചിട്ട് എൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ ഒരു ദിവസം ഒരു 100 കോൾ വരുമ്പോൾ ഈ 100 പേരോട് ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഇനിയിപ്പം ആ കഥയുടെ ആവശ്യമില്ലല്ലോ, ഈ വീഡിയോ അങ്ങോട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ബേസിക്കലി ഞാനൊരു ഡയറക്ടറാണ്. എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ബിസിനസ്സാണ്. അപ്പം ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യമുള്ള സാധനം ആവശ്യമുള്ള ആൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്നവർ, അതായത് സമൂഹത്തിൻ്റെ മുന്നിൽ എന്താണോ ആവശ്യം, അപ്പോൾ ആ ആവശ്യം നമുക്ക് തീർത്ത് അവരുടെ ആവശ്യം നമുക്ക് നിറവേറ്റി കൊടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ബിസിനസ്സുകാരെന്ന് പറയുന്നത്. മീഡിയേറ്റേഴ്സ് അല്ല, ആരുടെയെങ്കിലും പ്രൊഡക്റ്റ് എടുത്തിട്ട് വേറെ ആൾക്ക് കൊടുക്കുന്നവരെ അല്ല നമ്മൾ യഥാർത്ഥ ബിസിനസ്സേഴ്സ് എന്ന് പറയുന്നത്. ആവശ്യമുള്ള എന്താണോ സ്പേസ്, ആ സ്പേസിനെ ക്രിയേറ്റ് ചെയ്ത്. അപ്പം ഞാനൊരു 2012 കാലഘട്ടം വരെ വേറെയുള്ള ബിസിനസ്സുകളായിരുന്നു. ടെലികോം ഉണ്ടായിരുന്നു, മീൻസ് ടാറ്റ ഡോകോമൊക്കെ പോലെ, ടാറ്റ ഇൻഡിക്കോമൊക്കെ പോലത്തെ ടെലികോം ബിസിനസ് ഉണ്ടായിരുന്നു. അതല്ലാതെ വേറെ മറ്റുള്ള ബിസിനസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സ്റ്റോപ്പ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഞാൻ കണ്ടെത്തിയ ഒരു സ്പേസ് ആയിരുന്നു. അതായത് ഇപ്പോൾ എൻ്റെ അച്ഛനടക്കം സിനിമാ മേഖലയിൽ വന്നിട്ട് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അതായത് ചെറിയ വേഷങ്ങൾ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിരുന്നു എന്നുണ്ടെങ്കിലും അതിനകത്തൊരു വലിയൊരു ക്യാരക്ടറൊന്നും പുള്ളിക്ക് കിട്ടുകയോ അല്ലെങ്കിൽ പുള്ളിയുടെ പേരെടുത്ത് ഒരു കോടി ആൾക്കാർ പുള്ളിനെ കാണാൻ വരികയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം കൃത്യമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതുകൊണ്ടാണ്. കൃത്യമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാതെയും ആ ഓപ്പർച്യൂണിറ്റിയിൽ അവരുടെ ടാലൻറ്റ് കാണിക്കാൻ പറ്റാതെ ആവുകയും ചെയ്തതുകൊണ്ടാണ്. അപ്പം ഞാൻ അന്ന് ആലോചിച്ചത്, 2012 ഞാനൊരു ആലോചിച്ചൊരു കാര്യമാണ്, അങ്ങനെ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ ഒരു ഓപ്പർച്യൂണിറ്റി. അതായത് ഈ സിനിമ ആഗ്രഹിച്ചിട്ട് ആ ആഗ്രഹം നടത്താൻ സാധിക്കാതെ വർഷങ്ങളോളം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, അവരുടെ ആ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ സാധിച്ചാൽ അവിടെ ഒരു ബിസിനസ് സ്പേസ് ഉണ്ടല്ലോ എന്ന് കണ്ടെത്തുകയും ആ ബിസിനസ് സ്പേസിനെ ഞാൻ തീർക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ എനിക്കന്ന് തോന്നി. അപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്താൽ പൂർണ്ണമായിട്ടും നമ്മൾ പഠിക്കണം. അതാണ് എൻ്റെ ഒരു ഐഡിയോളജി. നമ്മൾ എന്ത് ബിസിനസ് ചെയ്താലും അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഓക്കെ, ഇതൊരു സിനിമയാണ്. സിനിമ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു 10-35 ഡിപ്പാർട്ട്മെൻറ്റുകളോളം ഉണ്ട്. ഇപ്പം ആക്ടിങ് മുതൽ സ്ക്രിപ്റ്റിങ് മുതൽ ആക്ടിങ്, ഡയറക്ഷൻ അടക്കം നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അങ്ങനെ ഒരു 10-35 ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേർന്ന് ഒരു കൂട്ടം ചേർന്നിട്ടാണ് ആക്ച്വലി ഒരു സിനിമ ഉണ്ടാക്കുന്നതും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും. അപ്പോൾ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 35 ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ അതിന് കുറഞ്ഞതൊരു 10-12 കൊല്ലമെങ്കിലും എടുക്കും എന്നുള്ളത് എനിക്ക് 2012 തന്നെ മനസ്സിലാവുകയും തുടർന്ന് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പം ഓൾറെഡി ഞാൻ ചെറുപ്പം തൊട്ടിട്ട് കഥ എഴുതും, കലാകാരനാണ്, ഞാൻ പാട്ട് പാടും, സ്കൂളിലൊക്കെ മത്സരത്തിൽ പങ്കെടുക്കും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്, ഡാൻസ് കളിക്കുകയൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പഠനം ഒരു 10-12 കൊല്ലം നീണ്ടു നിൽക്കുന്ന വളരെ വലിയൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ പ്രാഥമിക പരിപാടി എന്ന് പറയുന്ന രീതിയിൽ തിരക്കഥ മേക്കിംഗ് ആണ്. അങ്ങനെ എറണാകുളത്തുണ്ടായിരുന്ന ഒരു സ്ഥാപനത്തിൽ വന്ന് ഞാൻ തിരക്കഥ പഠിക്കുകയാണ്, എന്താണ് ഇതിൻ്റെ ഒരു ഐഡിയോളജി എന്നറിയാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഞാൻ പ്രൊഫഷണലായിട്ടുള്ള തിരക്കഥകൾ മേടിച്ച് വായിച്ചു. ഒരുപാട് സിനിമകളുടെ, സത്യനന്ദിക്കാട് സിനിമകളുടെയും അല്ലാത്ത സിനിമകളുടെയൊക്കെ തിരക്കഥകൾ മേടിച്ച് ഞാൻ വായിച്ച് പഠിച്ചു. അങ്ങനെയാണ് തിരക്കഥയ്ക്ക് ഒരു ഫോർമാറ്റ് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. കാര്യം ഈ തിരക്കഥ എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് പോലെ കഥ പോലെയോ അല്ലെങ്കിൽ സീൻ ഓർഡറുകൾ പോലെയോ അല്ല. തിരക്കഥ എന്ന് പറയുന്നത് ഡീറ്റെയിലിംഗ് ആണ്. ആ തിരക്കഥ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊരു സാധനത്തിന് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? അതാണ് അതിൻ്റെ പരിപാടി. വീഡിയോയിൽ വരണമെങ്കിൽ മാറിയില്ല, പൗസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനിവിടെ സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ പഠിച്ചു. അങ്ങനെ തിരക്കഥയ്ക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്. കാര്യം എൻ്റെ ഹെഡ്ലൈൻ മുതൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന, ഇപ്പോൾ രാമൻകുട്ടിയുടെ വീട് അവിടെയാണ് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ എഴുതി വെച്ചിരിക്കുന്ന ആൾക്ക് തെറ്റിപ്പോയാൽ അത് മാധവൻകുട്ടിയുടെ വീടാണെങ്കിൽ ഈ ഷൂട്ടിങ്ങിൻ്റെ ആൾക്കാരെല്ലാവരും കൊണ്ട് മാധവൻകുട്ടിയുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോഴായിരിക്കും മൊത്തം മാറി പോവാം. അപ്പോൾ ആ കോംപ്ലിക്കേഷൻസൊക്കെ ഞാൻ പഠിച്ചെടുത്തു. അത് പഠിച്ചെടുത്തതിന് ശേഷം അങ്ങനെ തിരക്കഥ ഞാൻ ഒരു 5-8 തിരക്കഥ അങ്ങോട്ട് എഴുതി ഞാൻ പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനത് പ്രൊഫഷണലായിട്ടുള്ള
ആൾക്കാരെ കൊണ്ടുപോയി കാണിച്ചു. അതായത് പുതിയ മുഖത്തിൻ്റെയൊക്കെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു, സുധീർ ബോസ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിനെ തൃശ്ശൂർ പോയി കണ്ടിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്ന തിരക്കഥയും സ്ക്രിപ്റ്റും കഥയൊക്കെ ഞാൻ നേരെ കൊണ്ടുപോയി പുള്ളിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അപ്പോൾ പുള്ളിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു, കൊള്ളാടാ, ഇത് പെർഫെക്റ്റാണ്, നമുക്കിത് വേണമെങ്കിൽ സിനിമയാക്കാം, കുഴപ്പമില്ല, ആർട്ടിസ്റ്റ് വേണോടാ, ആർട്ടിസ്റ്റും പ്രൊഡ്യൂസറും വേണം, എന്നാലും നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നേരെ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ എന്താണ് 2012 കണ്ട ബിസിനസ് ഇപ്പോൾ ചെയ്യുകയാണ്. അതായത് 100 ദിവസത്തിൽ കൂടുതൽ ആരും തന്നെ സിനിമാ മോഹമായിട്ട് ഇനി നടക്കണ്ട. 10,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്ന ഫീസ് നിങ്ങൾ എനിക്ക് അടയ്ക്കാമെന്നുണ്ടെങ്കിൽ 25 ദിവസം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം, സിനിമയിലെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും. കാര്യം ഒരു സിനിമ ഉണ്ടാക്കി ആ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത് തരും. ഹിറ്റാവുക ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല, ആർക്ക് വേണമെങ്കിലും എൻ്റെ അടുക്കേ വരാം. കാര്യം ആ സിനിമയ്ക്ക് വരുന്ന ഒരു കോസ്റ്റ് ഉണ്ട്, ഒരു ലിമിറ്റഡ് കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റിനൊരു ബിസിനസ്സുണ്ട്, ആ ബിസിനസ് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനത് നിലവിൽ ചെയ്ത് വന്ന് പരീക്ഷിച്ച് കഴിഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് 25 പേരടങ്ങുന്ന ഒരു ടീം, അതിനകത്ത് എഡിറ്റേഴ്സ് ഉണ്ടാവാം, ക്യാമറമാൻ ഉണ്ടാവാം, ഡയറക്ടേഴ്സ് ഉണ്ടാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ആർക്ക് വേണമെങ്കിലും വരാം, അഭിനയിക്കുന്ന ആൾക്ക് വേണമെങ്കിലും വരാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ 10,000 രൂപ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ ആ 10,000 രൂപയും ഈ 25 പേരും എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപയാണ്. ഈ 2.5 ലക്ഷം രൂപയാണ് ആക്ച്വലി നമുക്ക് ലിറ്ററലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ പ്രോസസ്സുകൾ തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്നത്, ഒഫീഷ്യൽ പ്രോസസ്സുകൾ. അപ്പം അതല്ലാതെ ഒരു സിനിമ മേക്ക് ചെയ്യാനായിട്ടുള്ള ക്യാമറയുടെ മെറ്റീരിയൽ മുതൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ടുള്ള എല്ലാ മെറ്റീരിയലും എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് എനിക്കിത് ചെയ്യുക ഈസിയാണ്. അല്ലേ തന്നെ എനിക്ക് ഒരു സിനിമയുടെ ഫസ്റ്റ് കോപ്പി ആക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. അതെങ്ങനെ ഈസി ആയിട്ടുണ്ട്, അതിന് ഞാൻ എങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നുള്ള കഥയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അങ്ങനെ അപ്പം സുധീർ ബോസ് എന്നോട് പറഞ്ഞാൽ ഇത് ആർട്ടിസ്റ്റ് വേണം, നമുക്ക് പ്രൊഡ്യൂസർ വേണം എന്ന് പറഞ്ഞപ്പം ഓക്കെ, ആർട്ടിസ്റ്റ് ആരാണുള്ളത്? അപ്പോൾ അന്നത്തെ സമയത്ത് ആസിഫ് അലി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഓക്കെയാണ്. അങ്ങനെ ആസിഫ് അലീൻ്റെ നമ്പർ കിട്ടണം, ആസിഫ് അലീനെ വിളിക്കണം. അങ്ങനെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ആൾക്കാരുടെ കയ്യിലാണ് നമ്പേഴ്സൊക്കെ ഉള്ളതെന്ന് മനസ്സിലാക്കി ഞാനൊരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ പോയി മീറ്റ് ചെയ്യുന്നു. അപ്പം അന്ന് ആസിഫ് അലിയുടെ പടം ചെയ്തിരുന്ന പ്രൊഡക്ഷൻ കൺട്രോളറുണ്ട്, നമ്മളുടെ വെഞ്ഞാറമൂടിലുള്ള കൺട്രോളറാണ് അദ്ദേഹം. പേര് ഓർത്തിരിക്കുന്ന പരിപാടി എനിക്ക് കുറച്ച് കുറവായതുകൊണ്ട് പേര് ഹരി വെഞ്ഞാറമൂട് എന്ന് പറയുന്നൊരു ഒരു കൺട്രോളർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൺട്രോളറുടെ നമ്പർ എനിക്ക് തരുന്നത് കുളപ്പള്ളി ലീല എന്ന് പറയുന്ന ഞങ്ങളുടെ തന്നെ ഫാമിലി റിലേറ്റീവ് ആയിട്ടുള്ള ആക്ട്രസ്സാണ്. അതായത് എല്ലാവർക്കും അറിയാം, കുളപ്പള്ളി ലീല കസ്തൂരിമാൻ അടക്കമുള്ള നിരവധി സിനിമകളിലുള്ള നയൻതാര അടക്കമുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ അഭിനയിച്ച കുളപ്പള്ളി ലീലാമ്മ ഞങ്ങൾ ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു കുറേ നാൾ. അപ്പം ഞങ്ങൾക്ക് നാടകം ഉണ്ടായിരുന്ന സമയത്ത് മുതൽ നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ആ സമയം മുതൽ എൻ്റെ കല്യാണത്തിനുമൊക്കെ ലീലാമ്മ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വീടുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ ലീലാമ്മയാണ് എനിക്ക് ആദ്യമായിട്ട് ഹരി വെഞ്ഞാറമൂട് എന്ന് പറയുന്ന കൺട്രോളറുടെ നമ്പർ തരുന്നത്. ഈ ഹരി വെഞ്ഞാറമൂട് എന്ന് പറയുന്ന വ്യക്തിയാണ് എനിക്ക് ആസിഫ് അലിയുടെ നമ്പർ തരുന്നത്. അങ്ങനെ ഞാൻ ആസിഫ് അലിനെ വിളിക്കുന്നു, ഫോണിൽ സംസാരിക്കുന്നു. അപ്പം രാത്രിയിലാണ് ആസിഫിനെ കിട്ടുള്ളായിരുന്നു ആ സമയത്ത്. ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അന്ന് കിട്ടും. അങ്ങനെ ഞാൻ വിളിച്ചു, സംസാരിച്ചു, ആസിഫ് അലി വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇരുളെന്ന് പറഞ്ഞ് എഴുതി തീർത്ത ഒരു കഥ ആസിഫ് അലിയുടെ മേത്തറിൻ്റെ ഫ്ലാറ്റിൽ, അതായത് പനമ്പള്ളി നഗറിലാണ് ആസിഫ് അലി എന്ന് താമസിക്കുന്നത്, മേത്തറിൻ്റെ ഫ്ലാറ്റിൽ. അവിടെ ചെന്നതിന് ശേഷം ഞാൻ നേരെ അതിൻ്റെ അകത്ത് ആസിഫ് അലിനെ വിളിച്ചു, വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരാളോട് കഥ പറയാൻ പോകുന്നത് തന്നെ ഒരു പുതിയ ആളോടോ പുതുമുഖത്തിനോടോ ഒന്നുമല്ല. അപ്പം ഞാൻ ഈ കഥ ആക്ച്വലി ഈ പറയുന്ന ഹരിച്ചേട്ടനോടും പറഞ്ഞിട്ടുണ്ട്, ഈ സുധീർ ബോസിനോടും പറഞ്ഞിട്ടുണ്ട്, ഈ അസോസിയേറ്റ് ആയിട്ടുള്ള. അതിനുശേഷം ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ഞാൻ ആദ്യമായിട്ട് പോകുന്നത് ആസിഫ് അലിയുടെ അടുക്കലാണ്. അങ്ങനെ ആസിഫ് അലിയുടെ ഫ്ലാറ്റിൽ ചെന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആസിഫ് അലിയുടെ ഫ്ലാറ്റിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഈ ശ്രീനിവാസൻ സാറിൻ്റെ നമ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ കണ്ടതിരിക്ക് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ക്രിപ്റ്റ് റൈറ്ററായിരുന്നു ശ്രീനിവാസൻ സാർ. അപ്പോൾ ശ്രീനിവാസൻ സാറിൻ്റെ അടുക്കൽ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് സാറേ, എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. അപ്പം ശ്രീനിവാസൻ സാർ എന്നെ ആ സമയത്ത് തന്നെ തിരിച്ചു വിളിച്ചു. ആസിഫ് അലിയുടെ ഫ്ലാറ്റിൽ നിൽക്കുമ്പോൾ ഞാൻ താഴത്ത് നിൽക്കുമ്പോൾ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, നന്ദകുമാരെ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം എന്നോട് ആസിഫ് അലി എടുക്കാൻ നിൽക്കുകയാണ് സാറേ. അപ്പം അച്ഛൻ കഥാപാത്രമായിട്ട് ഞാൻ സാറിനാണ് കാണുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ആസിഫ് അലിനെ എനിക്കറിയാം, ഞാൻ ഓക്കെയാണ്, നീ എന്താണേലും അത് കഴിയുമ്പോൾ എന്നെ വന്ന് കാണും, നമുക്ക് ഇരിക്കാൻ നോക്കാം. ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കട്ട് ചെയ്തിട്ട് നേരെ ആസിഫ് അലിയുടെ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ, അതായത് നേരെ ലിഫ്റ്റ് കയറി പുള്ളിയുടെ ഫ്ലാറ്റിലെത്തി. അങ്ങനെ ഫ്ലാറ്റിലിരുന്നിട്ട് ഏകദേശം ഒരു 10 എനിക്കൊന്ന് 1.25 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു.
ഞാൻ കഥ വായിച്ചു കൊടുക്കുക ചെയ്തത്. ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കഥ കൃത്യമായിട്ട് പുള്ളിക്ക് വായിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ സംസാരിച്ചു, ആ കഥയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചു. പുള്ളിയുടെ സജഷൻസ് പുള്ളി പറഞ്ഞു, എൻ്റെ സജഷൻസ് ഞാനും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വായിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത്തിരി സൗണ്ട് കുറയ്ക്കാവോ, അങ്ങനെ വായിച്ചു കൊടുത്ത് പുള്ളിനെ വായിച്ചു കൊടുത്ത് പുള്ളി അത് കേട്ടു. എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിത് ചെയ്യാടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ പുള്ളിനെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പുള്ളിയുടെ വിക്കിപീഡിയക്കകത്ത് ഇച്ചിരി സൗണ്ട് കുറയ്ക്കാവോ, അല്ല ഹെഡ്സെറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ പുള്ളീനെ പോയി കണ്ട് പുള്ളി ഈ പറയുന്ന പോലെ തന്നെ പുള്ളിയുടെ സജഷൻസൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ പുള്ളിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ, നമ്മളിപ്പോൾ ഒരാളെ കാണാൻ വേണ്ടി പോകുമ്പോൾ പുള്ളിയുടെ കറണ്ട് സിറ്റുവേഷൻസ് എന്താണ്, അല്ലെങ്കിൽ പുള്ളി ചെയ്യാൻ പോകുന്ന സംഭവങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ നോക്കുമല്ലോ. അന്ന് അങ്ങനെ നോക്കുന്ന സമയത്ത് പുള്ളിയുടെ വിക്കിപീഡിയയിൽ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ എന്ന് പറയുന്നൊരു സിനിമ പുള്ളി ചെയ്യുന്നതായിട്ട് അതിൻ്റെ അത് അപ്ഡേഷൻ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ചെന്നു. ഞങ്ങളിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പം നമുക്ക് ഉടനെ ചെയ്യാടാ എന്നുള്ള രീതിയിൽ ആസിഫ് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ പടം ആണല്ലേ നിങ്ങളെ അടുത്ത് ചെയ്യാൻ പോകുന്നുണ്ടെന്നും നോക്കുന്നുണ്ട്, അങ്ങനെ കൺഫേം ആയിട്ടില്ല, അതിൻ്റെ പരിപാടികൾ ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി തന്നെ എനിക്ക് ലിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്ത് തന്നു. ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോന്നു. ഇറങ്ങി ഞാൻ തിരിച്ചു വന്ന് ഞാൻ മറ്റേ കൺട്രോളറായിട്ടുണ്ടായിരുന്ന ഹരിച്ചേട്ടനെ വിളിച്ചു പറഞ്ഞു. ഹരിച്ചേട്ടൻ ഇതിനെ പോലെ ആസിഫ് കഥ കേട്ടു, ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ബാക്കി പ്രോസസ്സുകൾ നടക്കണം, കാര്യം പ്രൊഡ്യൂസറൊക്കെ വേണമല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ പ്രൊഡ്യൂസറൊന്നുമില്ല. അങ്ങനെ വന്നതിന് ശേഷം ഞാൻ നേരെ പുറത്തോട്ടിറങ്ങി. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ആ സിനിമയിലെ കഥയിൽ വില്ലനായിട്ട് അഭിനയിക്കേണ്ടത് വണ്ണം കുറഞ്ഞിട്ടുള്ള ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് കണ്ടാൽ വില്ലനാണെന്ന് തോന്നിക്കാത്ത ഒരു വ്യക്തിയാണ് ആ സിനിമയിൽ വില്ലനായിട്ട് വേണ്ടത്. അങ്ങനെ ശ്രീനാഥ് ബാസി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെയാണ് ആക്ച്വലി അതിൽ വേണ്ടി വന്നിരുന്നത്. അപ്പം ശ്രീനാഥ് ബാസിനെ ഞാൻ നമ്പർ എടുക്കുന്നു, വിളിക്കുന്നു. അങ്ങനെ ശ്രീനാഥ് ബാസിയായിട്ട് നിരന്തരം വിളിക്കുന്നു. ഇടയ്ക്കും തിരക്കൊക്കെ ആസിഫ് അലി എന്നെ എന്താ പറയുക, ഒരു രാത്രി സമയത്തൊക്കെ എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കും. 2 മണിക്കൊക്കെ പുള്ളി വിളിക്കുക. അപ്പോൾ അത് വിളിക്കാനുണ്ടായ കാര്യം ഞാൻ പറഞ്ഞുതരാം. പുള്ളിക്ക് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതായത് പുള്ളി ജോക്കറിൻ്റെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്തു. ജോക്കർ എന്ന് പറയുന്ന നമ്മുടെ ക്യാരക്ടർ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഡാർക്ക് നൈറ്റിനകത്ത് ജോക്കർ എന്ന് പറയുന്ന ആ ക്യാരക്ടറിൻ്റെ ഫോട്ടോ പുള്ളി ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്തു രാത്രി. അപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് കണ്ടിട്ട് ഞാൻ എന്താണ് വെച്ചാൽ എന്താണ് സീൻ, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അപ്പം തന്നെ എന്നെ തിരിച്ചു വിളിച്ചിട്ട് 1.5 മണിക്കൂർ എന്നോട് സംസാരിച്ചു രാത്രിയിൽ. ഇല്ല അതൊന്നുമില്ല ബ്രോ, അതൊന്നും പറയണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ സൗഹൃദമാണ്. അങ്ങനെ പുള്ളി എന്നെ വിളിച്ച് സംസാരിച്ചു. അതിനുശേഷം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ബാസിനെ ഇങ്ങനെ കാണാൻ വേണ്ടി പോകണം, ബാസി ആ ക്യാരക്ടർ ചെയ്തത് നല്ലാവില്ല, അത് കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരിക്കും, നീ സംസാരിച്ചിട്ട് പറയുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ മിസ് ഔട്ട് ചെയ്തൊരു പോയിൻ്റ് ഉണ്ട്. അതായത് ആസിഫ് അലി എന്ന് പറയുന്ന നടൻ്റെ ഡേറ്റ് കിട്ടി, അല്ലെങ്കിൽ ആസിഫ് അലി ചെയ്യാമെന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഡേ ഒരു പ്രൊഡ്യൂസറായിരുന്നു ഞാൻ മീറ്റ് ചെയ്യേണ്ടത്. പ്രൊഡ്യൂസറെ മീറ്റ് ചെയ്തിട്ട് പ്രൊഡ്യൂസറോട് ആസിഫ് അലി ഇങ്ങനെ കഥ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ പ്രൊഡ്യൂസർ പിന്നെ ആസിഫ് അലി ആയിട്ട് ഡീൽ ചെയ്തതിന് ശേഷം അഡ്വാൻസ് ഒക്കെ കൊടുത്ത് അതൊരു പ്രൊജക്റ്റ് ആയതിന് ശേഷം അടുത്ത ആർട്ടിസ്റ്റിലേക്ക് പോയാൽ മതിയായിരുന്നു. ദാറ്റ്സ് മൈ ഫസ്റ്റ് മിസ്റ്റേക്ക്. എനിക്കത് അന്ന് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നീടുണ്ടായിരുന്ന ലൈഫ് എക്സ്പീരിയൻസിലാണ് എനിക്കത് മനസ്സിലായത്. അങ്ങനെ ആസിഫ് അലിയുടെ കീഴിൽ ഞാൻ ഈ കഥ പറയുന്നു, ആസിഫ് അലി കേൾക്കുന്നു. ഈ മിസ്റ്റേക്ക് ഞാൻ ചെയ്തത് കൊണ്ടിട്ടുണ്ടായ സൈഡ് എഫക്റ്റ് എന്നാന്ന് വെച്ചാൽ, ഞാൻ ഈ ശ്രീനാഥ് ബാസിനെ വിളിക്കുന്നു. അപ്പോൾ ശ്രീനാഥ് ബാസി എന്നോട് പറയുന്നു, മോനെടാ പപ്പായയിലേക്ക് വരാൻ പറയുന്നു. ഞാൻ അങ്ങനെ ഇവിടുന്ന് ആഷിഖ് കപൂറിൻ്റെ പപ്പായ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെ ചെല്ലുന്നു. ഞാൻ അവിടെ പോയി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും നേരെ ബാസീനെ വിളിക്കുന്നു. അപ്പോൾ ബാസി എടുക്കുന്നില്ല. ഞാനവിടെ ഓൾമോസ്റ്റ് ഒരു 3-4 മണിക്കൂറോളം വെയിറ്റ് ചെയ്യുന്നു. ഞാൻ നിരന്തരം വിളിക്കും, ആ പുള്ളി എടുക്കത്തില്ല. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരും. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അടുത്ത ദിവസം വിളിക്കും. അപ്പോൾ പുള്ളി പറയും, ഓക്കെ ഇന്ന് നമുക്ക് കാണാം, നേരെ പപ്പായയിലേക്ക് വരാൻ പറയും. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വീണ്ടും തിരിച്ച് പപ്പായയിലേക്ക് ചെല്ലും. അത് ഒരു 5-6 തവണ ആവർത്തിച്ചു. ഓക്കെ, പക്ഷെ അത്രയും പ്രോബ്ലം പോലും ആസിഫ് അലിയിൽ ഉണ്ടായില്ല. ആസിഫ് അലിനെ ഞാൻ ഒരു തവണ ഫോൺ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ പുള്ളി ആ 10 മിനിറ്റ് ഞാൻ ആ പുള്ളിയോട് സംസാരിച്ച കാര്യം മനസ്സിലാക്കിയതിന് ശേഷം പുള്ളി ഫ്ലാറ്റിലേക്ക് കഥ പറയാമെന്നാണ്. അപ്പോൾ എങ്ങനെ പോയാലും ആസിഫ് അലിയുടെ കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ ആസിഫ് അലിയിലെ താഴത്തായിരുന്നു അന്ന് ബാസി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ബാസി എന്തിനും ഇങ്ങനെ ഒരു സംഭവം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ലല്ലോ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ്, മൂഡ്, സംഭവങ്ങളൊന്നും എനിക്കറിയില്ല, ആരും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ആസിഫ് അലി ഇടുക്കയിൽ ഞാൻ വിളിക്കുന്നു. ആസിഫ് അലിനെ വിളിച്ച് കഴിഞ്ഞതിന് ശേഷം, ബാസിനെ വിളിച്ചതിന് ശേഷം പപ്പായയിൽ ചെല്ലുന്നു. ലാസ്റ്റ് ഒരു ദിവസം ഞാൻ വിളിച്ചപ്പോൾ പറയും, മച്ചാന ഇന്ന് എന്താണെന്ന് നമ്മൾ കണ്ടിരിക്കും, ഒരു കുഴപ്പമില്ല മച്ചാൻ വായോ, നമുക്കിരിക്കാം, കഥ കേൾക്കാൻ, സാധനമാണ്, ഓക്കെ, സെറ്റാണ്, മൂഡാണ്, മൂഡേഷാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓക്കെ ബ്രോ എന്ന് പറഞ്ഞു. ബ്രോ ഇന്നും
വന്ന് പോസ്റ്റ് ആക്കില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇല്ല ബ്രോ മച്ചാൻ വാ പൊള്ളിയാന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറത്തെ യാത്രയുണ്ട് ഈ പപ്പായയിലേക്ക്. അങ്ങനെ ഞാൻ പപ്പായ ചെന്നിരുന്നു. എൻ്റെ പൊന്നു മച്ചാനെ, ഈ പപ്പായ ചെന്നിരുന്ന് ഞാൻ ഈ പുള്ളിനെ വീണ്ടും വിളിച്ചപ്പോൾ മച്ചാൻ എന്നോട് പറയാം, മച്ചാനെ സോറി മച്ചാനെ ഞാൻ ബോംബെയിലാന്ന് പറയാം. വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ മച്ചാൻ എന്നോട് പറയാണ് ഞാൻ ബോംബെയിലാന്ന് പറയും. ഞാൻ ആരും ആയിക്കോട്ടെ, ഞാൻ പുതിയ ആളോ പഴയ ആളോ വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തെങ്കിലും തേങ്ങാക്കൊല ആയിക്കോട്ടെ, ഞാൻ ഈ ആളോട് പറഞ്ഞിട്ടുണ്ട്, ആസിഫ് അലിയോട് ഞാൻ കഥ സംസാരിച്ചിട്ടുണ്ട്, ഈ സുധീർ ബോസ് എന്ന് പറയുന്ന ആളോട് ഞാൻ കഥ സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ ഈ ബാസിയോട് പറഞ്ഞിട്ടുണ്ട്. ബാസി എന്തിനാണ് എൻ്റെ ഇടയ്ക്ക് അങ്ങ് ഇപ്പോൾ പുള്ളി ബോംബെയിലായിരിക്കും വാട്ട് എവർ ഇറ്റ് ഈസ്. എടാ നമ്മുടെ സമയത്തിൻ്റെ ഒരു വിലയില്ലേടി, നമ്മൾ എന്തു ആവട്ടെ. ഞാൻ അന്നേരം ചിന്തിച്ച് ഷാറൂഖ് ഖാനാണ് ഇവനെ വിളിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യൂ, മമ്മൂട്ടിയോ മോഹൻലാലോ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യൂ. അപ്പം നമ്മളത്രയും വലിയ ആളല്ലാത്തത് കൊണ്ടോ ആണല്ലോ നമ്മൾ ഏറ്റവും താഴെക്കിടയിൽ കിടക്കുന്ന ഒരാളായിട്ട് കണ്ടതുകൊണ്ടായിരിക്കണമല്ലോ അവൻ അങ്ങനെ ചെയ്തതെന്ന് എൻ്റെ മനസ്സിൽ പെട്ടെന്നുണ്ടാവണം. അത് മാത്രമല്ല എൻ്റെ ഭാഗത്തൊരു തെറ്റില്ല. ഞാൻ 3, 4, 5 തവണ അവൻ പറഞ്ഞതനുസരിച്ച് അവിടെ ചെന്നിട്ടുണ്ട്. അപ്പോൾ അവൻ അങ്ങനെ പെരുമാറിയപ്പം എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ ഒന്നും ചെയ്തില്ല. അവൻ നടനോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ ഡോണ്ട് കെയർ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരൊറ്റ മെസ്സേജ്, അളിയ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടം വരെ ഇത്ര സമയമുണ്ട്, അത് ഒന്ന് മനസ്സിലാക്കണം, ദാറ്റ്സ് ഓൾ. അത്രയെന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ഞാൻ അയച്ചു. എടാവേ 2-2:30 ആയപ്പോൾ എന്നെ വിളിക്കണം രാത്രി. ഇവന്മാരെല്ലാവരും രാത്രിയിലോ കളിയാണ്, പാതിരാത്രി എന്നെ വിളിക്കണം, മച്ചാനെ എത്ര വയസ്സുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മച്ചാനെ എനിക്ക് ഇത്ര വയസ്സുണ്ട്. പിന്നെ തെറിയാണ്, തെറിയെന്ന് പറഞ്ഞാൽ ഭീകരതെറി. അതോ ഒന്ന് ആലോചിച്ച് നോക്കണം, ഞാനൊരു പുതിയ ആൾ, എനിക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും ഒരു പരിപാടി അറിയത്തില്ല. നമ്മൾ നോർമലി നമ്മൾ ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ട്, ബിസിനസ്സുകാരനാണ്, ബിസിനസ് ചെയ്യും, കച്ചവടം ചെയ്യും, അല്ലെങ്കിൽ പുതിയ പരിപാടികൾ കണ്ടെത്തി ചെയ്യും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്ന് കരുതിയിട്ട് നമ്മുടെ മര്യാദ കളഞ്ഞിട്ടുള്ള പരിപാടിയൊന്നും, അത് എത്ര വലിയ കൊലകൊമ്പനാന്ന് പറഞ്ഞാലും മര്യാദ കളഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയും ഞാൻ അന്നും ചെയ്യാറില്ല, ഇന്നും ചെയ്യാറില്ല. ചെറുപ്പം തൊട്ടേ അധ്വാനിച്ച് പണിയെടുത്ത് ഒരു 100,000 പണികൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ ജീവിച്ച് ഇങ്ങോട്ട് പോകുന്നേക്കണം. അതുകൊണ്ട് ആരുടെയും കാല് പിടിക്കാനോ അടിമയായിട്ട് നിൽക്കാനൊന്നും നന്ദകുമാറെന്ന് പറയുന്നത് എന്നെ കിട്ടൂല. ഇവൻ തെറി തുടങ്ങിയപ്പോഴത്തേക്കിനും ഇവൻ്റെ വിചാരം ഇവൻ ഭയങ്കര നടനായതുകൊണ്ടിട്ട് എന്നെ തെറി വിളിക്കാൻ തന്നെ, അത് വല്ല കൊത്താരത്തിലും വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനും തിരിച്ചു പറഞ്ഞു. അങ്ങോട്ട് ഇങ്ങനെ രാത്രി 2-3 മണി 1-1.5 മണിക്കൂർ ഫോണിൽ കൊടുത്ത് പൂരത്തെറി. തന്തക്ക് വിളിക്കുന്നു, തള്ളക്ക് വിളിക്കുന്നു, അമ്മക്ക് വിളിക്കുന്നു, മൂട്ടൻ തെറിയെന്ന് പറഞ്ഞാൽ മുട്ടൻ തെറി. ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് എനിക്ക് വന്ന അന്ന് എനിക്കുണ്ടായ നഷ്ടം എന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മേളിൽ നിന്നിട്ട് ഞാൻ വിളിക്കുമ്പോൾ രാത്രി കിടന്നുറങ്ങിയിട്ടുള്ള നാട്ടുകാരടക്കം കേൾക്കുകയാണ്. അത്രയ്ക്ക് ഞാൻ വയലൻ്റ് ആയിപ്പോയി. കാര്യം എടി ഇവനാരുടെ എന്നെ തെറി പറയും, അങ്ങനെ ഞാൻ ചിന്തിച്ചത്. എന്നിട്ട് ഞാൻ നേരെ എന്ത് ചെയ്തു, നേരെ ഞാൻ ഈ കാര്യം ആസിഫലിക്ക് മെസ്സേജ് അയച്ചു, മച്ചാൻ ഇന്ന പോലെയാണ്, ബാസി നടപടിയാവുമെന്ന് എനിക്ക് തോന്നണില്ല, അതുകൊണ്ടിട്ട് ആ ക്യാരക്ടറെ ഞാൻ മാറ്റി പിടിക്കുക എന്നുള്ള ആലോചിക്കുകയാണെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ സെയിം സംഭവത്തിൽ നിൽക്കുന്നതാണ് നീരജ് മാധവ് എന്ന് പറയുന്നത്. അപ്പോൾ നീരജ് മാധവനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, മച്ചാനെ ഇന്നപോലൊരു കഥയുണ്ട്, ഒന്ന് കേൾക്കണം, ശ്രീനാഥ് ബാസിക്ക് വെച്ച ക്യാരക്ടറാണ് എന്ന് പറഞ്ഞു. ആ വേർഡ് യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായി. അത് യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഇതെല്ലാം എൻ്റെ മിസ്റ്റേക്കുകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ വേർഡ് ഞാൻ പറയുകയാണ്, മച്ചാനെ ഇന്ന പോലെയാണ്, ബാസിക്ക് വെച്ച ക്യാരക്ടറാട്ടോ, അപ്പോൾ ബ്രോ ഒന്ന് ചെയ്യാമെന്ന് ചോദിക്കുക. അന്ന് എനിക്കൊന്ന് ഹോംലി മീൽസ് എന്തോ ചെയ്തിട്ടുള്ളൂ. ഒറ്റടിക്ക് കഥയും കേട്ടില്ല, കഥാപാത്രവും കേട്ടില്ല, ഒരു ഉണ്ടയും കേട്ടില്ല, ഒറ്റടിക്ക് നീരജ് മാധവ് എന്നോട് പറയണം, എടോ അത് ബാസിക്ക് വെച്ച സാധനമാണ്, ബാസി തന്നെ ചെയ്യട്ടെ, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന്. ടങ്. അപ്പം തന്നെ ഞാൻ ആലോചിച്ചു, ഇതെന്തുണ്ടേടേ, ഇതെന്ത് സിസ്റ്റമാണ് ഈ സിനിമ എന്ന് പറയുന്നത്, എന്തുവാണ് ഇവിടെ നടക്കുന്നത്, എന്ത് പരിപാടിയാണെന്നൊക്കെ ഞാൻ ആലോചിക്കുക. ശ്രീനാഥ് ബാസിക്ക് വെച്ച സാധനമാണ്, ശ്രീനാഥ് ബാസി എന്നെക്കൊണ്ട് പറ്റത്തില്ല. എടി ഇവനൊന്നും കേട്ടിട്ട് പോലും ഇല്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതെന്ത് പണ്ടാരോടാ ഇവനിങ്ങനെയൊക്കെ. ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ഞാൻ അന്നേരം ആലോചിക്കുകയാണ്, എടാ ആസിഫിൽ എന്ത് മര്യാദയുള്ള ആളാ, എന്ത് സൂപ്പറാ പുള്ളി. നമ്മളെ ഇൻവൈറ്റ് ചെയ്തു, അവിടെ കൊണ്ടുവന്നു, ഇവന്മാർ ഇങ്ങനെ പെരുമാറുന്നു. അന്ന് നീരജ് മാധവ് ഒന്നും ഹിറ്റായിട്ട് പോലും ഇല്ല കേട്ടോ. ഞാൻ വീട്ടിൽ പോയിരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവന്മാരുടെ ഒരുത്തൻ്റെ വായിരിക്കണ തെറിയും കേട്ടു, ഒരുത്തനാണെങ്കിൽ വേറൊരു തരം സ്വഭാവം, മറ്റേ പുള്ളിയാണെങ്കിൽ അങ്ങനെ നിൽക്കുന്നു, ആകെ മൊത്തം ക്ലാഷായി. അപ്പോൾ പിന്നെ ആലോചനയാണ് ഇതെങ്ങനെ ഇനി ബ്രേക്ക് ചെയ്യുക, ആ ക്യാരക്ടറിന് പുതിയ ആളെ വെക്കണോ. ഞാൻ പിന്നെ ആലോചിച്ചു, എന്നാൽ പിന്നെ ഫേമസ് ആയിട്ടുള്ള ആളെയൊക്കെ മാറ്റിയിട്ട് പുതിയ ആളെ വെച്ചിട്ട് എന്ത് ചെയ്യാം. ഞാൻ വീണ്ടും റീറൈറ്റ് ചെയ്തു സ്ക്രിപ്റ്റിരുന്ന് റീറൈറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ആസിഫിലേക്ക് മെസ്സേജ് അയച്ചു, മച്ചാനെ ഞാനത് റീറൈറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു.
അപ്പോൾ ആസിഫലിയുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് ഒന്നുമില്ല, ഒരു തരത്തിലുള്ള റെസ്പോൺസും ഇല്ല. അങ്ങനെ പകിട എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തു. പകിട എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത് ഷേനായ്സിലാണ് പടം. ആസിഫ് അലി ഉണ്ട്, മറ്റേ സിനിമാ പ്രാന്തൻ്റെ സാജിദ് യാഹിയ എന്ന് പറയുന്ന ആളുണ്ട്, ഞാനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഒറ്റ ലെയറിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഞാനവിടെ നിൽക്കുന്ന കാര്യം ആസിഫിന് അറിയത്തില്ലെന്ന് തോന്നുന്നു. സിനിമ എനിക്ക് വർക്കായില്ല, ആസിഫിനും വർക്കായില്ലെന്ന് തോന്നുന്നു. ആസിഫ് അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി അതിൻ്റെ ഒരു കാറിൻ്റെ അവിടെ സ്മോക്ക് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഈ പകിട ഷൂട്ടിങ്ങും ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുപുഷ്പം സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ സാജിദ് ഉണ്ടായിരുന്നു. അപ്പോൾ സാജിദ് ആസിഫിനെ എടുത്തിട്ട് ആസിഫ് ക്യാരക്ടറായി ഷോട്ട് എടുക്കുന്നൊക്കെ പറഞ്ഞ് പോകുന്നതൊക്കെ ഞാൻ ലൈവ് കണ്ടിട്ടുണ്ട്. കാര്യം ഷൂട്ടിങ്ങൊക്കെ നമുക്ക് കാണാനുള്ള ആഗ്രഹം മൂത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേ പടം തന്നെ ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഡിഫറൻസൊക്കെ മനസ്സിലായി. അപ്പോൾ ഈ ആസിഫ് പുറത്തിറങ്ങിയിട്ട് ഭയങ്കര ടെൻസ്ഡാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പിന്നെ മിണ്ടാനൊന്നും പോയില്ല. പുള്ളി അവിടെ നിൽക്കുന്നു, ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടിങ്ങനെ പരിപാടി. ഓക്കെ, ഞാൻ അന്നേരം മിണ്ടിയില്ല കേട്ടോ, ഞാൻ മിണ്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും മെസ്സേജ് അയച്ചു, മച്ചാനെ എന്തായി സംഭവം, എങ്ങനെയാണ് പരിപാടി എന്നൊക്കെ ചോദിച്ചു. അവിടെയും ഞാനൊരു പ്രൊഡ്യൂസറെ മീറ്റ് ചെയ്തില്ല. ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്, ബ്ലണ്ടർ മിസ്റ്റേക്കാണ് ഞാൻ ചെയ്തത്. ഇന്ന് ഞാൻ ആലോചിക്കുമ്പം ഞാനൊരു പ്രൊഡ്യൂസറെ മീറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ പണ്ടേ പരിപാടി അടിച്ച് പുറത്തു വന്നേനെ. അത് മിസ്റ്റേക്കാണ്. നമ്മൾ മിസ്റ്റേക്സ് ഈസ് എ മിസ്റ്റേക്ക്. അത് തിരിച്ചറിവുകൾ വരുമ്പോഴേ മാറത്തുള്ളൂ. അങ്ങനെ നേരെ ആസിഫ് അലിയുടെ ഈ പറഞ്ഞ പോലെ ആസിഫ് അലി അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി. പിന്നെ ഞാൻ മെസ്സേജ് അയച്ചു, റിപ്ലൈ ഇല്ല. ഞാൻ വിളിച്ചു, ഫോൺ എടുത്തില്ല. അത് കഴിഞ്ഞപ്പോൾ പുള്ളി എനിക്കൊരു രാത്രിയിലൊരു ലോങ് മെസ്സേജ് അയച്ചു, വെരി ലോങ് മെസ്സേജ്. അതിൻ്റെ ഉള്ളടക്കം ഇതാണ്: മച്ചാനെ, ഞാൻ ഒറ്റയ്ക്ക് പണിയെടുത്താൽ ഇനി നടപടിയാവുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ ഇനി കൂട്ടുകാരുടെ കൂട്ടത്തിൽ, അതായത് ഇച്ചിരിയും കൂടി സ്റ്റാർ കാസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഒരു പടം ചെയ്യാനാണ് നോക്കുന്നത്. അതുകൊണ്ടിട്ട് നമുക്കിത് പിന്നത്തേക്കിന് എപ്പോഴേലും നോക്കാം എന്ന് പറഞ്ഞൊരു മെസ്സേജ്, ലോങ് മെസ്സേജാണ്. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ മറ്റേ കുഞ്ചാക്കോ ബോനായിട്ടൊരു പടമൊക്കെ അനൗൺസ്മെൻ്റൊക്കെ വരുന്നത്. എന്ത് 2 പെണ്ണുങ്ങളുടെ പേരൊക്കെ ഇട്ടിട്ടൊരു പടം വന്നല്ലേ, ആ സിനിമയൊക്കെ വരുന്നത്. അപ്പോൾ അത് ഡ്രോപ്പ് ഔട്ടായല്ലോ. ആ എൻറ്റയർ പ്രോസസ്സ് കഥാഗുഹ, അതായത് നമ്മുടെ കുളപ്പള്ളിയിലയിൽ നിന്നും ഹരിവെഞ്ഞാറമൂടിലെത്തി ഞാൻ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റിൽ നിന്ന്, എൻ്റെ ഐഡിയയിൽ നിന്നും ഞാൻ സ്ക്രിപ്റ്റ് എഴുതി ഞാൻ സുധീരേട്ടൻ്റെ അടുക്ക് കൊണ്ടുവന്ന് കേൾപ്പിച്ച് ഓക്കെ അടിച്ചു. അത് കഴിഞ്ഞ് നേരെ തിരിച്ച് ഹരിവെഞ്ഞാറമൂടിനെ കണ്ടു. ഹരിവെഞ്ഞാറമൂടിൻ്റെ നമ്പർ എനിക്ക് കുളപ്പള്ളിയിൽ തരുന്നു. അതിനുശേഷം വെഞ്ഞാറമൂടിൽ നിന്ന് ഞാൻ കണക്ട് ചെയ്ത് ആസിഫ് അലിയിലെത്തി. ആസിഫ് അലിയിൽ നിന്ന് ഞാൻ ബാസിയിലേക്ക് പോകുന്നിടത്ത് ബാസിയും ഈ പറയുന്ന നീരജ് സുരേഷ് അല്ലല്ലോ, പണ്ടാര പേരും പറഞ്ഞതല്ലോ, നീരജ് മാധവും കാണിച്ച സ്വഭാവ ദൂഷ്യം, പെരുമാറ്റ രീതി, അലമ്പ് ക്യാരക്ടറൈസേഷൻ, വൺ ഓഫ് ദ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ്, ആ 2-3 സംഭവങ്ങൾ ഉണ്ടാക്കിയ ഡിസ്ട്രാക്ഷൻസ് മൂലം എന്ത് സംഭവിച്ചു? അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രോസസ്സും ചീറ്റി അത് പോയി എത്തിയത് എവിടെയാണ്? ആസിഫ് അലി എന്ന് പറയുന്ന വ്യക്തിയുടെ ആ പ്രൊജക്റ്റിൽ നിന്നും റിമൂവ്ഡ് ആയിപ്പോയി. ഓക്കെ, അതിൻ്റെ റീസൺ എനിക്കിപ്പോഴും അറിയില്ല. എന്താ പുള്ളി അത് അക്സെപ്റ്റ് ചെയ്യുക, എന്താ വർക്കാക്കാന്ന്. അല്ലെങ്കിൽ പിന്നെ എന്നെപ്പോലെ ഒരാളെയൊക്കെ രാത്രിയിൽ നിന്ന് തിരിച്ച് വിളിച്ച് ഞങ്ങൾ അങ്ങനെ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് ഡ്രോപ്പ് ഔട്ടായിപ്പോയി. അന്നേരം ഞാൻ തീരുമാനിച്ച എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്. അന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഈ മിസ്റ്റേക്ക് എങ്ങനെ സംഭവിച്ചതെന്ന്. അന്ന് ഞാൻ തീരുമാനിച്ച ഈ മിസ്റ്റേക്ക് എങ്ങനെയാലും ഒന്ന് തീർക്കണമല്ലോ പണ്ടാരടങ്ങി, ഇതെന്താ പരിപാടി ഇത്. അങ്ങനെ ഞാൻ നിരന്തരം ആലോചിച്ച് ഇതിനെന്താ ഒരു സൊല്യൂഷൻ, ഇതിനൊരു സൊല്യൂഷൻ കിട്ടണമല്ലോ പണ്ടാരം. അപ്പോൾ പ്രൊഡ്യൂസറെ മീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നെങ്കിൽ ഈ സാധനം ചിലപ്പോൾ വർക്കൗട്ട് ആയാലോ എന്ന് ഞാൻ കരുതി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പ്രൊഡ്യൂസറായിരുന്നു സംസാരിച്ചെങ്കിൽ ഇവരെല്ലാവരും ചിലപ്പം നേരെ തിരിഞ്ഞാലോ. ഇപ്പം ബാസിനെ വിളിക്കുന്നത് പ്രൊഡ്യൂസറായിരുന്നെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അത്യാവശ്യം റേഞ്ചുള്ള ആൾക്കാർ നല്ല സമീപനം കാണിക്കും, റേഞ്ച് ഇല്ലാത്ത ആൾക്കാർ ബോറ് പരിപാടിയും കാണിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇതൊന്ന് പഠിക്കണം, സിനിമയുടെ പ്രോസസ്സ് ഒന്ന് പഠിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ നോക്കി വരാം. അതായത് ഇതിൻ്റെ അകത്തെ ഉൾക്കളികൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അസിസ്റ്റൻ്റായിട്ട് നിൽക്കണം. ഓക്കെ, ഞാൻ അന്നേരം സത്യനന്ദിക്കാട് സാറിനെ വിളിച്ചു, അസിസ്റ്റൻ്റ് ആകാൻ നടപടി ഉണ്ടായില്ല. അമൽ നീരദിനെ വിളിച്ചു, നടപടി ഉണ്ടായില്ല. അതിനുശേഷം നമ്മുടെ കെ മധു സാറിനെ വിളിച്ചു, നമ്മുടെ സേതുരാമയ്യർ CBI ഒക്കെ ചെയ്തു. അപ്പോൾ മസാർ പറയാം പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ നീ വാ എന്നൊക്കെ പറയാം. ഞാൻ കിടിക്കും പോയി, അസിസ്റ്റൻ്റ് അവിടെ പ്രൊഡ്യൂസർ വേണം. അങ്ങനെ ഓൾമോസ്റ്റ് അന്നത്തെ നിരയിലുള്ള എല്ലാവരെയും വിളിച്ചു, വിനയൻ സാറടക്കം ഞാൻ വിളിച്ചു. ഒരാൾ പോലും അസിസ്റ്റൻ്റായിട്ട് നിർത്തുകയോ ഒന്നും ചെയ്തില്ല.
സിനിമ പഠിക്കാൻ വേറെ എന്താ മാർഗം? അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റേതൊരു ഐഡിയ കണ്ടെത്തി. ഷൂട്ടിംഗ് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കയറാം. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന പ്രോസസ്സുണ്ട്. അങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കയറിയാൽ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ അകത്ത് കയറാൻ പറ്റും. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ കുറച്ച് സിനിമകളുടെയൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ ഉള്ളിൽ കയറി കസേരയിട്ടൊക്കെ ഇരുന്നിട്ടൊക്കെ ഉണ്ട്. ഞാൻ എന്നിട്ട് അവിടെ കയറി ഇരുന്ന് ഞാൻ ഈ പറയുന്ന ഇത് നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ആസിഫിനെയൊക്കെ കാണുന്നതിനൊക്കെ മുമ്പും സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ സെയിം ഫോർമുല തന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് ഉള്ളിൽ കയറിയിട്ട് ഇതെല്ലാം നിരീക്ഷിക്കാൻ തുടങ്ങി. ക്യാമറകൾ എങ്ങനെയാണ് പോകുന്നത്, ഡയറക്ടർ എന്തൊക്കെയാണ് പറയുന്നത്, ആർട്ടിസ്റ്റുകൾ എങ്ങനെയാണ് നിൽക്കുന്നത്, അതിൻ്റെ മേക്കപ്പിൻ്റെ പരിപാടി, ഇതെങ്ങനെ ഒബ്സർവേഷനാണ് അകത്ത് കയറിയിട്ട്. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നമ്മൾ മറ്റേ 100 പേരുടെ 200 പേരുടെയും പുറകിൽ നിൽക്കുമ്പോൾ പോലും ഈ പറയുന്ന ഒബ്സർവേഷനാണ്. എന്താണ് ഇതിൻ്റെ പരിപാടി ഒന്ന് പഠിച്ചെടുക്കണമല്ലോ, ഒബ്സർവേഷനാണ്. അങ്ങനെ ഒബ്സർവേഷൻ ചെയ്ത് ഞാനത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഞാൻ നേരെ നോക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനൊരു സിനിമ റിലീസ് ചെയ്തു തിയേറ്ററിൽ. ഞാനിതിങ്ങനെ നടന്നു പോകുമ്പോൾ പോസ്റ്റർ കാണുമോ റോഡ് സൈഡിൽ, ഒരു പോസ്റ്റ് എലിഫൻ്റെ പോസ്റ്റർ. അവിടെ പേര് നോക്കിയപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അട്ടാ. നേരെ വരുന്ന ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവൻ തന്നെ സെയിം. ഇവിടെ ഇപ്പോൾ ഡയറക്ടറായ ഇത് കൊള്ളാമല്ലോ, പരിപാടി കൊള്ളാമല്ലോ. ഞാൻ അവനെ തപ്പിപ്പിടിച്ച് ഫേസ്ബുക്കിൽ എടുത്തപ്പോൾ പണ്ട് 7ാം ക്ലാസ്സിൽ പഠിച്ചാണ്, പിന്നെ നമ്മൾ ബന്ധമൊന്നുമില്ലല്ലോ. നേരെ എടുത്ത് അപ്പോൾ അവൻ്റെ പടം റിലീസായിട്ടില്ലെന്ന് തോന്നുന്നു. റിലീസാവാൻ പോകുന്നത് എന്തോ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നത്. വാട്ടോടിച്ച് ഞാൻ ഓർക്കുന്നില്ല. പോസ്റ്റർ കണ്ടു, അതെനിക്ക് ഓർമ്മയുണ്ട്. മെസ്സേജ് അയച്ചു, അളിയാ ഇന്ന പോലെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ആസിഫിനോട് സംസാരിച്ചു. അവൻ്റെ ഭാഗത്തുനിന്ന് പട്ടിപ്പുച്ച. കൂട്ടുകാരനാണ്, അവൻ വിശ്വസിക്കുന്ന പോലുമില്ല. പിന്നെ കഥയാണ് അവൻ പറയുന്നത്. ഞാൻ ഇത്രയും വർഷമായിട്ട് കണസ നടന്നിട്ട് എനിക്ക് സാധിച്ചില്ല, നീ എങ്ങനെയാണ് ഈ വന്നിട്ട് ഒന്നും അറിയാൻ പാടില്ലാതെ അങ്ങോട്ട് അവൻ്റെ ഒരു കാറ്റഗറി ഓഫ് പരിപാടിയിൽ അവൻ എന്നെ വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അവരുടെ ഉണ്ടംപൊരിയുടെ നിൽക്കടാ ഞാനിത് ചെയ്തടാ. അപ്പം അന്ന് സെൽഫി ഒന്നും എടുക്കാനായിട്ട് ഇല്ല മച്ചാനെ, കാര്യം കുഞ്ഞ ഫോണാണ്. അന്നങ്ങനെ സെൽഫി ഫോണൊന്നും വന്നിട്ടില്ല. റിച്ച് പീപ്പിൾസിൻ്റെ ഉണ്ടാവും, നമ്മൾ സാധാരണക്കാർ നമ്മുടെ കയ്യിലില്ല. അങ്ങനെ ഇവനാണെങ്കിൽ വെറുപ്പീര്. എനിക്ക് പ്രാന്ത് പിടിച്ചിട്ടും ഇതെങ്ങനെയെങ്കിലും ഇത് കയറണമല്ലോ. ഞാൻ ലാസ്റ്റ് പറഞ്ഞു, എൻ്റെ പൊന്നളിയെ ഞാൻ നിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന്. അവനെ പേര് പറഞ്ഞാൽ അത് അവന് ഇതാവുമല്ലോ എന്ന് എഴുതിയിട്ട് കേട്ടോ പേര് പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പറയാത്തത് പിന്നെ വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, നേരെ എറണാകുളത്ത്. അപ്പോൾ ഇവൻ കണക്ഷൻ തരുന്നില്ല കേട്ടോ, ഫോൺ നമ്പറൊക്കെ തന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചാറ്റ് ചെയ്താണ് ഫോൺ നമ്പറൊക്കെ ചോദിക്കുന്നത്. ഒരു ഐഡിയ പറയാൻ ചേർത്തലയിലുള്ള ഒരാളാണ്, അത്രേ പറയാം. അവനങ്ങനെ നേരെ വൈറ്റില അവിടെ വരികയാണ്. അപ്പം ഞാൻ കാണുന്ന ഏറ്റവും അടുത്തുള്ള ആൾ അതേ സുധീരേട്ടൻ, പുതിയ മുഖം തീവ്രമൊക്കെ ചെയ്തിട്ടുള്ള അസോസിയേറ്റ് ഡയറക്ടർ ചെയ്തിട്ടുള്ള സുധീരേട്ടൻ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് കാണുന്ന ഒരു സിനിമ ഡയറക്ടർ. അതായത് ആദ്യമായിട്ടൊരു ഡയറക്ടറെ ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കാൻ പറ്റുന്നത് ഇവനാണ്. അത്രയും നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നത്. ബാക്കി എല്ലായിടത്തും ഒരു ബഹുമാനത്തിലാണല്ലോ പറയാം. ഇവൻ വന്ന് നേരെ വൈറ്റിലയിൽ വന്നിറങ്ങുന്നു, ഒരു വെള്ള ഷർട്ടൊക്കെ ഇട്ട് ഭയങ്കര ഫോണിൽ ആരെയൊക്കെയോ ചീത്ത വിളിച്ചോണ്ടാണ് വരണാണ്. അപ്പം നേരെ വരുന്നു. ഞങ്ങളന്ന് ഷാപ്പ് ഫുഡ് എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് നമ്മൾ വൈറ്റിലയിലുള്ള, ഇപ്പോഴും ഉണ്ടത്, എൻ്റെ ഫേവറേറ്റ് ഹോട്ടലായിരുന്നു. ഷാപ്പ് ഫുഡിൽ കയറുന്നു, അവിടെ കയറിയിരുന്ന് സംസാരിക്കുന്നു. ഇവൻ ഭയങ്കര എന്തോ ടെൻഷനാണ്, എന്തൊക്കെ എവിടെയൊക്കെ ഫിനാൻസ് കൊടുക്കാണ്ടത്. അപ്പോൾ എന്നോട് ഇവൻ പറയുന്ന ഡയലോഗ് കേട്ടോ, എടാ നീ എൻ്റെ എറണാകുളത്തെ അസിസ്റ്റൻ്റാണ്. ഞാൻ അന്നേരം ആലോചിച്ച് എറണാകുളത്തെ അസിസ്റ്റൻറ്റോ, അങ്ങനെയൊക്കെ ഉണ്ട് അസിസ്റ്റൻ്റായിട്ട്. ഓക്കെ എറണാകുളമെങ്കിൽ എറണാകുളം. ഞാൻ പറഞ്ഞു ഓക്കെ മച്ചാൻ, എറണാകുളത്തെ അസിസ്റ്റൻറ്റ് ഞാൻ ഓക്കെ. നീ എനിക്കൊരു ഉപകാരം ചെയ്യണം, എൻ്റെ ക്യാമറയുടെ ഫുട്ടേജൊക്കെ ഇവിടെ ഒരു സ്ഥലത്തിരിക്കുക, അതെടുക്കണമെങ്കിൽ ഒരു ചെക്ക് വേണം, എൻ്റെ ഈ ചെക്കില്ല. അപ്പം നിൻ്റെ ചെക്ക് ഉണ്ടെങ്കിൽ താന്ന്. എടാ വർഷങ്ങൾക്ക് ശേഷം നേരിട്ട് കാണണം കേട്ടോ, വർഷങ്ങൾക്ക് ശേഷം നേരിട്ട് കാണണേ. അതിനുമുമ്പ് നമ്മൾ കണ്ടിട്ടില്ലേ. എന്നോട് ചെക്ക് ചോദിച്ചു. അപ്പം തന്നെ ചെക്ക് അങ്ങോട്ട് എഴുതി. എൻ്റെ അതിനെന്താ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ ചെക്കൊക്കെ എഴുതി. എന്തോ 16,000 17,000 രൂപയുടെ ചെക്കാണ്. എമൗണ്ടൊക്കെ ഇട്ടിട്ട് ചെക്കൊക്കെ എഴുതിയിട്ട് എന്നോട് പറഞ്ഞു, ഈ ചെക്ക് നീ കൊണ്ടുപോയി പനമ്പള്ളി നഗറിലുള്ള ഒരു സ്റ്റുഡിയോ ഉണ്ട്, എന്തോ ഒരു പേരൊക്കെ ഞാൻ മറന്നുപോയി, ആ സ്റ്റുഡിയോയിൽ കൊടുക്കണമെന്നോ.
ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കാൻ ബ്രോ. അത് എന്ത് ചെക്കല്ലേ, നോ സീൻ, എന്നെ നീ അസിസ്റ്റൻ്റ് ആക്കുമോ? പിന്നെ നീ എൻ്റെ എറണാകുളത്ത് അസിസ്റ്റൻ്റ് ആടാന്ന് പറയാം. ഓക്കെ, ഞാൻ കൊണ്ടുപോയി ചെക്കൊക്കെ കൊണ്ട് കൊടുത്തു. അവിടെ നിന്ന് ഒരു ഹാർഡ് ഡിസ്കൊക്കെ മേടിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഹാർഡ് ഡിസ്കൊക്കെ ആദ്യമായിട്ട് കാണുക. ഹാർഡ് ഡിസ്കൊക്കെ മേടിച്ചു. ആ ഹാർഡ് ഡിസ്കൊക്കെ തിരിച്ച് ഇവനെ ഏൽപ്പിച്ചു. ഇവൻ ഇതും കൊണ്ട് പോയി. എടാ അതിനകത്ത് എന്നാന്ന് പോലും എനിക്കറിയത്തില്ല, ഇന്നും എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് ഇവൻ്റെ അസിസ്റ്റൻ്റ് ആണല്ലോ. ഓക്കെ, വെയിറ്റ് ചെയ്യണം എൻ്റെ നെക്സ്റ്റ് കോൾ. എല്ലാ ദിവസവും നോക്കും, വിളിക്കുമോ. അപ്പോൾ ഞാൻ ഇടക്കിടക്ക് ഗുഡ് മോർണിംഗ് അയക്കും, ഹായ് അയക്കും. വേറെ റൂട്ടില്ലല്ലോ കയറാൻ. അങ്ങനെയാണല്ലോ അന്നത്തെ ചിന്ത. അങ്ങനെ വിളിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ഇവൻ എന്നാ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദിവസം രാത്രിയിൽ എന്നെ വിളിക്കുക, മച്ചാനെ നീ എൻ്റെ എറണാകുളത്തെ അസിസ്റ്റൻ്റ് അല്ലേ? അതെ, ഒരു സാധനം എറണാകുളത്ത് നിന്ന് എനിക്ക് എടുത്ത് ആലപ്പുഴയിൽ എത്തിക്കണമെന്ന് പറയാം. അപ്പോൾ ഞാൻ പിന്നെന്താ മച്ചാനെ, ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്താ വാഴക്കാലയിലെങ്ങാണ്ടാണ് അവിടെ ഈ നമ്മുടെ ഇതുണ്ടല്ലോ, ജീപ്പിൻ്റെ മേളിൽ വെക്കണ ഈ കേൾക്കണ സാധനം ഉണ്ടല്ലോ, ആ സാധനമാണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ ചൊല്ലുന്നു. അപ്പോൾ അവൻ്റെ ഒരു അസിസ്റ്റൻറ്റ് വരുമെന്നും പറഞ്ഞു കേട്ടോ. എനിക്ക് ഈ സ്ഥലമൊന്നും അറിയത്തൊന്നുമില്ല. അങ്ങനെ അവൻ്റെ അസിസ്റ്റൻറ്റ് വരുന്നു. അവനെ പിക്ക് ചെയ്തിട്ട് അന്ന് എനിക്കൊന്ന് പൾസർ 180 എന്ന് പറയുന്നൊരു വണ്ടിയുണ്ട്. ഞാൻ പണ്ടും ഭയങ്കര ബൈക്ക് റേസറാണ്. എനിക്ക് പ്രാന്താണ് ബൈക്ക് റൈഡിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയും, പണ്ടൊക്കെ നീ ചൈന വരെയൊക്കെ വേണം ഓടിക്കുമല്ലോ എന്നൊക്കെ പണ്ടൊക്കെ എന്നോട് പറയും. ഭയങ്കര അന്ന് ഈ ക്യാമറയൊന്നും ഇല്ലല്ലോ. നല്ല ബൈക്കൊക്കെ കാണിച്ചു കൂട്ടാത്ത ഒരു പരിപാടിയില്ല. ഇവനവിടെ വരെ പറന്നു പോകുന്നു, അവിടെ ചെല്ലുന്നു, സാധനം എടുക്കുന്നു. അപ്പോൾ ഇത് എന്നോട് പറയുന്നത് ഷൂട്ടിങ് അവിടെ ആലപ്പുഴയിൽ മറ്റേ ഇവിടെ നടക്കുമെന്ന് പറയുന്നത്. ആലപ്പുഴ എന്താ ശവക്കോട്ട പാലത്തിൻ്റെ അവിടെ ഷൂട്ടിങ് ചെയ്ത് നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് എത്തിച്ചില്ലെങ്കിൽ പണി നടക്കൂല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പ്രഷർ പോയിന്റിലാണ്. ഞാൻ നേരെ ഇവിടെ ചെല്ലുന്നു, സാധനം എടുക്കുന്നു, ഇവനോട് വെക്കുന്നു. ഇവിടുന്ന് പറഞ്ഞ് തിരിച്ച് ഞാൻ നേരെ ആലപ്പുഴയിൽ പുറകെ ഇരിക്കണം. ചെക്കൻ പേടിച്ചായിരിക്കണം. അവൻ എന്നിട്ട് പറയാം, എൻ്റെ പൊന്നിയേട്ടാ ജീവൻ മരണം പോരാട്ട. അപ്പം ഞാനപ്പോൾ പറയാം, എടാ സിനിമ ഷൂട്ടിങ്, ആ സാധനത്തിന് ഈ സാധനം എത്തിച്ചില്ലെങ്കിൽ ഷോട്ട് എടുക്കാൻ പറ്റില്ല, അത് ഭയങ്കര. അപ്പം ഞാൻ കണ്ടേക്കുന്നത് എന്തോ വൻകിട സിനിമാക്കാരുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പങ്ക്ച്വലായിട്ട് ചെയ്യുന്ന സാധനങ്ങളല്ലേ കണ്ടേക്കണേ. അപ്പം ഞാൻ അതാണ് ഇവിടെ ആലോചിക്കണേ. ഇവരും അങ്ങനെ ഒരു സെക്കൻഡ് മാറിയാൽ എക്സ്പെൻസ് ലോസ് ഇതൊക്കെ ചിന്ത. അപ്പം നമ്മൾ കയറി തലകുത്തിയൊക്കെ മറിഞ്ഞ് അവിടെ ചെന്ന് സാധനം എത്തിക്കുകയാണ്. അപ്പോഴാണ് റെഡിൻ്റെ സ്കാർലറ്റ് എന്ന് പറയുന്ന ഒരു ക്യാമറ. അപ്പോൾ ഈ ക്യാമറയെ ഓണാക്കി ഒരു ക്യാമറ അടുത്ത് കാണുക, മനസ്സിലായോ? തൊടാനൊക്കെ പറ്റും നമുക്ക്. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ കുറേ ലൈറ്റ് സംഭവങ്ങൾ അത് ഇതൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ അന്നേരം നൈസായിട്ട് അതൊക്കെ നോക്കി, സ്വിച്ചൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോൾ എനിക്ക് ക്യാമറ അറിയാം. ബേസിക്കലി ഞാൻ ചാനലിലൊക്കെ മറ്റേ വീഡിയോ ക്യാമറകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, സോണിയുടെയൊക്കെ. അപ്പം എനിക്കത് അറിയാം. ആടാ എനിക്കൊരു കോൾ വരുന്നുണ്ട്, ഞാനിത് എടുത്തിട്ട് ഞാൻ ബാക്കി പറയാം കേട്ടോ.